പ്രധാനമന്ത്രി വന്ന് ഇവിടെ നൈസമോളയൊക്കെ എടുത്ത് താലോലിച്ചു പോയതിന് ഒരു ഫലമുണ്ടാകണ്ടേ? അതിന് ഫലം ഉണ്ടായില്ല എന്ന് നമുക്ക് തോന്നുന്നതാണോ? അദ്ദേഹത്തിന് ഫലമുണ്ടായോ? BJPക്ക് ഫലമുണ്ടായോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. നോക്കൂ, പ്രധാനമന്ത്രി കേരളത്തിൽ വരികയും അദ്ദേഹം ഈ പറയുന്ന കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബങ്ങളെയും സമാശ്വസിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാര്യം, ഒരു രാജ്യത്തിന്റെ തലവൻ ചെയ്യേണ്ട കാര്യങ്ങളാണത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്താണോ അദ്ദേഹം ചെയ്യേണ്ടത് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, കൃഷ്ണദാസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കൃഷ്ണദാസ് പറഞ്ഞതിനകത്ത് ഈ പറയുന്ന കണക്കുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്കൗണ്ട് സെറ്റിലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്കൗണ്ടിൽ കാണും, യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ കാണില്ല എന്നുള്ള ഒരു രീതിയിലും കൂടെ അദ്ദേഹം പറയുണ്ടായി. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് വിക്രം ഗൗർ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി, വൈസ് എയർ മാർഷൽ, അങ്ങനെ രണ്ടുപേരുടെയും രീതിയിലാണ് ആ കത്ത് വന്നിരിക്കുന്നത്. വേണു IAS, ശ്രീ വേണു IAS, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾക്ക്. അതിൽ ചോദിച്ചിരിക്കുന്നത് എയർലിഫ്റ്റ് ചെയ്തതിന്റെ ഒക്കെ പണമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ല, ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ കണക്ക് പേപ്പർ വഴിയുള്ള കണക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വ്യക്തമായി അല്ല. അല്ല, ഇനി പേപ്പർ വഴിയുള്ള കണക്കാണ്, ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ഈ പണം കയ്യിലേക്ക് നോട്ട് എണ്ണി വാങ്ങുന്നില്ല എന്നല്ലേ ഉള്ളൂ. പൈസ അവിടെ വേണമല്ലോ, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ വേണമല്ലോ. നോക്കൂ, ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവരിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലേക്ക് ഇത്രയും നമുക്ക് നമുക്കൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിഷയം, അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്ന ഈ ചൂരൽമല വിഷയം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റൂ. അതിന് കൃഷ്ണദാസ് പറയുന്നത് എന്താണ്? കൃഷ്ണദാസ് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പണം SDRFിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 200 കോടി കൊടുത്തിട്ടില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ ഡിസ്പ്യൂട്ട്. ആ കണക്ക് നോക്കി പഴയ കണക്ക് പറയാനാണെങ്കിൽ ആർക്കും പറ്റും. നമ്മൾ ചോദിക്കുന്നത്, ഇതുപോലെ അസാധാരണമായ ഒരു സംഭവം നടന്ന ഒരു നാട്ടിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടോ? നിങ്ങൾ എന്ത് എയ്ഡാണ് തരാൻ പോകുന്നത്? എയ്ഡ് പ്രഖ്യാപിച്ചോ? നാളെ എത്രയായി? ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു എയ്ഡ് പ്രഖ്യാപിച്ചല്ലോ. അത് ഈ പറയുന്ന ഡീറ്റെയിൽസും ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ടാണോ പ്രഖ്യാപിച്ചത്? അല്ല, കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എത്ര കോടിയാണ് ഇവിടെ പ്രഖ്യാപിച്ചത്? തമിഴ്നാടിന് ഇത്ര കോടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചല്ലോ. അതെന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കാൻ കാരണം? അതെന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന് ബാധകമല്ല? അല്ല, അത് അവിടെ എം കെ സ്റ്റാലിനും ആ കാര്യത്തിൽ അണ്ണാമല ഉൾപ്പെടെ ഉള്ളവർക്കും ഒന്നും വ്യത്യസ്ത ശബ്ദമല്ല സർ. അതാ, ഇതിനകത്തെ 2-3 കാര്യങ്ങളുണ്ട്. അവിടെ അണ്ണാമല അങ്ങനെ വേറൊരു സ്റ്റാൻഡ് എടുത്താൽ അണ്ണാമല അവർ റെഡിയാക്കും. ഞാൻ അതാ പറഞ്ഞത്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. അണ്ണാമല നിന്നാലും BJP ആന്ന് പറഞ്ഞാൽ അവിടെ ഈ കളിയൊന്നും നടക്കത്തില്ല. ഇവിടെ ഈ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ BJPക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഈ വിഷയത്തിലുണ്ടോ? ചൂരൽമലയുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നരേന്ദ്രമോദിക്ക് വേണ്ടി നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യത്തിനെ ഒരു അധാർമികമായ പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറെ കണക്കൊക്കെ പറയും. അതിപ്പം ഞാൻ കൃഷ്ണദാസേട്ടനെ കുറ്റം പറയത്തൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിന് ഒരു പാർട്ടി വക്താവാണ്. അദ്ദേഹത്തിനെ പറഞ്ഞു ഈ പറയുന്ന പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം കുറെ കണക്ക് വന്നിട്ട് നമ്മൾക്ക് പറയും. എന്റെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. ഇതിനകത്ത് ഈ കണക്കിന്റെ ബുക്കൊക്കെ അവിടെ മാറ്റി വെച്ചേ. കണക്കിന്റെ ബുക്കൊക്കെ മാറ്റി വെച്ചേ. ചെന്നൈക്ക് ഒരു എയ്ഡ് കൊടുത്തോ? നിങ്ങൾ ഇതിനിടയ്ക്ക് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, കുറച്ച് കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു, വലിയ ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായി. എയ്ഡ് കൊടുത്തു. ആ എയ്ഡ് കേരളത്തിൽ കൊടുക്കാത്തതിന് കാര്യം എന്താണ്? ഇതങ്ങ് പറഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ SDRF കൊടുത്ത കണക്കും SDRFിൽ അപ്പൊ തമിഴ്നാട്ടിൽ കൊടുത്ത കണക്ക് നിങ്ങൾ എന്നാ പറയാത്തത്? SDRF സെപ്പറേറ്റ് ആണല്ലോ തമിഴ്നാട്ടിൽ കൊടുത്തത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഘാലയ സംസ്ഥാനങ്ങളിൽ കൊടുത്തത് സെപ്പറേറ്റ് ആയിട്ട് SDRFിന് കൊടുത്തിട്ടില്ലേ? അപ്പൊ അതും ഇതും തമ്മിൽ എന്തിനാ മിക്സ് ചെയ്യുന്നത്? ആ SDRFിലേക്ക് നിങ്ങൾ ഫണ്ട് തന്നിട്ടുണ്ട്. അത് സാധാരണ സ്വാഭാവികമായി വരുന്നതല്ലേ? അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറയാതെ സെപ്പറേറ്റ് ഗ്രാൻഡ് കിട്ടുമോ അല്ലെങ്കിൽ എയ്ഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി എന്നുള്ളതാണ്. BJPക്ക് ഇപ്പം സഹാബ് ശിവദാസൻ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് തരണമെന്നാണോ വേണ്ടെന്നാണോ? അല്ല, അത്ഭുതം ലാൽകുമാർ, അത്ഭുതം വരുന്നത് ഇതിപ്പോ കിട്ടുമോ ഇല്ല എന്നുള്ളതിനേക്കാൾ
ഇതിന്റെ ഒരു ആവശ്യം ബി ജെ പിക്കാർക്കില്ല. കേരളത്തിലെ ബി ജെ പിക്കാർക്ക് അവരത് പറയുന്നില്ല. ഇത് നോക്കൂ, കേരളത്തിൽ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, ഏറ്റവും ബി ജെ പിയുടെ ഏറ്റവും പൊളൈറ്റ് ഫേസുകളിൽ ഒന്നാണ്, ഒരു ജെന്റിൽ ഫേസുകളിൽ ഒന്നാണ് കൃഷ്ണേട്ടൻ ഞാൻ തമ്മിൽ നല്ല പരിചയമുള്ള ഒരാളാണ്. കാര്യം പറയാം കൃഷ്ണേട്ടാ, നിങ്ങൾ എത്ര പറഞ്ഞാലും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. എത്ര പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ പറയുന്ന ഒരു 4 രൂപ തന്നിട്ടായിരുന്നു നിങ്ങൾ കണക്ക് പറയുന്നെങ്കിൽ അത് ആൾക്കാർ വിശ്വസിച്ചേനെ. ഞാൻ പറയുന്നത് വളരെ ലോക്കൽ സ്ലാങ്ങിലാണ്, എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന്. ഈ പറയുന്ന 1 രൂപ എടുത്ത് കൈ തന്നിട്ട് നീ ചായ കുടിച്ചോടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണക്ക് ചെലവാക്കി ചോദിക്കുകയാണെങ്കിൽ രസമുണ്ട്. 10 രൂപ പോലും കൊടുക്കാതെ എന്നാൽ ഇവിടെ അവര് വന്നതുമായി ബന്ധപ്പെട്ട ചെലവ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കണക്ക് പറയുക. പുസ്തകത്തിലെ കണക്ക് കാശാകത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ലെറ്റർ എഴുതി 1 കോടി രൂപ ഞാൻ ഇന്നോലെ തന്നിരിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ ഒരു ലെറ്റർ എഴുതി തന്നാൽ 1 കോടി രൂപയാവുമോ? ഇല്ലല്ലോ. കാശിന് കാശ് തന്നെ വേണേ, അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ലളിതമായ കണക്ക്, അല്ലാതെ വലിയ കോംപ്ലിക്കേഷൻസും വേണ്ട. ഇതിന് രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു ചർച്ച പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തേണ്ട പോയിന്റിൽ ഞാൻ ഒഴിവാക്കി നിർത്തിയല്ലോ. ഇപ്പൊ നരേന്ദ്രമോദി വന്ന് ഉമ്മ കൊടുത്തത്, അല്ലെ കുട്ടിയെ ഉമ്മ കൊടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ എനിക്കൊരു ആരോപണം ഉന്നയിക്കായിരുന്നല്ലോ. ആ ഭാഗം ഞാൻ വേണ്ടാന്ന് വെച്ചല്ലോ. ഞാനത് ശരിയല്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് താങ്കളുടെ മാന്യതയാണ്. അന്ന് നമ്മളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത് എന്തിനു ഉപയോഗിക്കുന്നു, വടക്കേ ഇന്ത്യയിൽ മാധ്യമങ്ങളിലൊക്കെ അത് വേറെ രീതിയിലാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോ അതും എങ്ങനെ കാണണം? നോക്കൂ, അതാണ് നോക്കൂ, അദ്ദേഹം അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു വിഷയമേ അല്ല ലാലെ. ഇത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ഞാൻ അതാ പറഞ്ഞ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അദ്ദേഹം പെരുമാറി എന്നുള്ളത് ഞാൻ എടുക്കാൻ തയ്യാറാണ്, പണം തന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുടുംബത്തെ 10 പേര് മരിച്ചുപോയി, അതിനകത്ത് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ പ്രധാനമന്ത്രി കൊച്ചിനെ എടുത്ത് കണ്ണീരൊപ്പി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ പ്രശ്നം സോൾവ് ആകുന്നുണ്ടോ? അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശരി, അതിന് ഇത് വലിയ കണക്കും വലിയ ഭാഷയൊന്നും വേണ്ട. ആ കുട്ടി എങ്ങനെ മുന്നോട്ട് നീങ്ങും? സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഈ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കേരളവുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ട നിലപാടുണ്ടോ? ഇത് ഈ സഖാവ് ശിവദാസൻ പറഞ്ഞ ഒരു വലിയ വിഷയമായിരുന്നു. നമുക്ക് ഈ പറയുന്ന ക്ലൗഡ് ബേസ്ഡ് ഉണ്ടാവുമെന്നും വലിയ മഴ ഉണ്ടാവുമെന്നും മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇത് ഇൻഫർമേഷൻ തന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനൊരു സംഭവമേ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. പച്ചക്കള്ളമാണ് പാർലമെന്റിൽ പറഞ്ഞത്. ആ പച്ചക്കള്ളം പറഞ്ഞത് എന്തിനാണ്?